Hi everyone, welcome back to our channel Innus Recipe. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ലോക്ക്ഡൗൺ ആയിട്ട് കുട്ടികളൊക്കെ വീട്ടിൽ ബോറടിച്ചിരിക്കുമായിരിക്കും. കുട്ടികൾക്ക് അടിപൊളി ഹെൽത്തി ഫുഡ് തന്നെ ഉണ്ടാക്കി കൊടുക്കണം. പക്ഷേ അതിൻ്റെ ഇടയ്ക്കൊക്കെ നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള അവർക്ക് ഇഷ്ടമുള്ള ഫുഡും ഉണ്ടാക്കി കൊടുക്കാം. ഞാനിപ്പോൾ വന്നിട്ടുള്ളത് കുട്ടികൾക്കൊക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള ഓറഞ്ച് ജെല്ലിയുടെ റെസിപ്പിയുമായിട്ടാണ്. കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ, എൻ്റെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണിത്. എല്ലാ വട്ടവും സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോൾ ഞാൻ വിചാരിക്കും അതിൻ്റെ ഒരു ഇൻസ്റ്റൻറ്റ് പാക്കറ്റ് വാങ്ങണമെന്ന്. പക്ഷേ ആസ് യൂഷ്വൽ മറന്നു പോകും. ഈ ലാസ്റ്റ് ടൈം പോയപ്പോൾ ഞാൻ മറക്കാതെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് വേണ്ടി ഞാൻ ഉണ്ടാക്കുവാണ്. ഞാൻ എങ്ങനെ ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ ഒരു മൂസമ്പിയാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ ഉള്ളിലത്തെ ആ ഭാഗം നമുക്ക് മാറ്റി അതിൻ്റെ തോട് മാത്രം മതി. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം. ഇനി ഞാൻ വാങ്ങിയിട്ടുള്ള ജെലാറ്റിൻ ഏതാണെന്ന് കാണിച്ചു തരാം. ഈ ഒരു ജെലാറ്റിനാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. ഇതുപോലത്തെ പാക്കറ്റ്സ് നമ്മുടെ നാട്ടിലും സൂപ്പർ മാർക്കറ്റ്സിലൊക്കെ റെഡിലി അവൈലബിൾ ആണ്. ജെലാറ്റിൻ, അഗർ എന്നൊക്കെയുള്ള പേരിൽ ഇത് കിട്ടും. അപ്പോൾ ഈ ഒരു പൗഡർ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. ഇതിപ്പോൾ ഓറഞ്ച് ഫ്ലേവറിൻ്റെ ജെലാറ്റിനാണ്. ഓറഞ്ചിൻ്റെ മാത്രമല്ല കേട്ടോ, അത് റാസ്ബെറി, സ്ട്രോബെറി, ബ്ലാക്ക്ബെറി, പിന്നെ പൈനാപ്പിൾ, വാട്ടർമെലൺ, അങ്ങനെ എല്ലാ ഫ്രൂട്ട്സിൻ്റെ ഫ്ലേവറിലും ഇത് അവൈലബിൾ ആണ്. അതുപോലെ കളറൊന്നുമില്ലാതെ കളർലെസ്സും ടേസ്റ്റ്ലെസ്സും ആയിട്ട് വൈറ്റ് ജെലാറ്റിനും അവൈലബിൾ ആണ്. ആ വൈറ്റ് ജെലാറ്റിൻ വെച്ചിട്ട് നമുക്ക് ഫ്രൂട്ട് കേക്ക് ഒക്കെ ഉണ്ടാക്കി എടുക്കാനായിട്ട് സാധിക്കും. ഇതുപോലെ ഞാൻ ആ ഷെല്ല് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ലിക്വിഡ് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ മേടിച്ചിട്ടുള്ള ആ പാക്കറ്റിൽ നിന്ന് പൗഡർ ഇട്ട് കൊടുത്തു. പകുതി പൗഡറാണ് ഞാൻ ഇട്ട് കൊടുത്തത്. അതിലേക്ക് 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇളക്കി മെൽറ്റ് ചെയ്യിച്ചെടുക്കണം. നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ ആ വെള്ളത്തിൽ പഞ്ചസാര കൂടി ഇട്ടിട്ട് തിളപ്പിച്ചെടുത്താൽ മതി. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ആ പൗഡറിന് തന്നെ നല്ല മധുരമുണ്ട്. അതുകൊണ്ട് ഞാൻ എക്സ്ട്രാ ചേർക്കുന്നില്ല. ഇതുപോലെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. അപ്പോൾ കുറച്ച് ആ വെള്ളത്തിൻ്റെ കൺസിസ്റ്റൻസി കുറച്ച് മാറും. ഒരു പഞ്ചസാര പാനിയുടെ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് വരും. അങ്ങനെ വരണം. എന്നാൽ മാത്രമേ നമ്മുടെ ഈ ജെല്ല് കറക്റ്റായിട്ട് വരുള്ളൂ. എന്നിട്ട് നമുക്ക് ഈ ഷെല്ലിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നീറ്റായിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ ഒരു ഓറഞ്ചോ മൂസമ്പിയോ ഒന്നുമില്ലെങ്കിലും ഏതെങ്കിലും നല്ല ഡിസൈൻ ആയിട്ടുള്ള ബൗളൊക്കെ എടുത്തിട്ട് അതിലൊഴിച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള മോൾഡിൽ ഉണ്ടാക്കിയെടുക്കുന്നത് പോലെ ഷേപ്സിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. ഞാനിപ്പോൾ ബാക്കിയുള്ളത് ഈ ഒരു ബൗളിലേക്ക് ഒഴിച്ചു വയ്ക്കുന്നുണ്ട്. കുറച്ച് ഉണ്ടാക്കിയാൽ മതിയല്ലോ, കാരണം ഇപ്പം ഞാൻ മാത്രമേ കഴിക്കുന്നുള്ളൂ. നിങ്ങൾ ഉണ്ടാക്കുന്നതാണെങ്കിലും കുറച്ച് എമൗണ്ടിൽ ഉണ്ടാക്കുക. കുട്ടികൾക്ക് ഒത്തിരി കൊടുക്കുന്നതൊന്നും നല്ലതല്ല. ജസ്റ്റ് ഒരു ടേസ്റ്റിന് കൊടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ഇത് 8 hours ഞാനിപ്പോൾ ഇത് റെഫ്രിജറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഫ്രീസറിൽ വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. താഴത്തെ ഏതെങ്കിലും തട്ടിൽ വെച്ചാൽ മതി. ഇപ്പോൾ പുറത്ത് വെച്ചാലും ഇത് സെറ്റായി കിട്ടും. പക്ഷെ കുറച്ച് ടൈം കൂടുതൽ എടുക്കുമെന്ന് മാത്രമേ ഉള്ളൂ. അതിനുശേഷം നമുക്കിതുപോലെ കട്ട് ചെയ്ത് ഓറഞ്ചിൻ്റെ ഷേപ്പിൽ കുട്ടികൾക്കൊക്കെ കൊടുക്കാം. ഇങ്ങനെ കൊടുക്കുമ്പോൾ ഇതിൻ്റെ ഒരു ഫ്ലേവറൊക്കെ ഉണ്ടാവും. ഐ മീൻ ഓറഞ്ചിൻ്റെ ആ തൊലിയുടെയൊക്കെ ഒരു ഫ്ലേവറൊക്കെ ഉണ്ടാവും. കുട്ടികൾക്ക് പിന്നെ ഭയങ്കര അട്രാക്ഷനും ആയിരിക്കും. ബൗളിലുള്ളത് എടുക്കുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ഷാർപ്പ് എഡ്ജുള്ള എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ വിടിയിപ്പിച്ച് കൊടുക്കണം സൈഡൊക്കെ. എന്നിട്ട് ഇതെടുക്കാം. ഇപ്പം രണ്ടും സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഞാൻ ഒരു ഫ്രൂട്ട് കേക്കും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതാണ് ആ സൈഡിൽ കാണുന്നത്. അതിൻ്റെ റെസിപ്പി പിന്നെ പറയാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, കുട്ടികൾക്കൊക്കെ കൊടുക്കുക. വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, എപ്പോഴും കുട്ടികൾക്ക് കൊടുക്കാൻ ഇത് നല്ലതല്ല. ലോക്ക്ഡൗണിൻ്റെ ടൈമിൽ സേഫ് ആയിട്ടിരിക്കുക, ഹെൽത്തി ആയിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക, എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം. ടിൽ ദെൻ, ടേക്ക് കെയർ, ബൈ.